കോഴിക്കോട്ടേക്ക് പോയാൽ കുറ്റ്യാടിയിൽ വീണ്ടും വ്യാജ ചികിത്സയിൽ മരണം. ക്യാൻസർ മൂർച്ഛിച്ച് യുവതി മരിച്ചതിന് പിന്നിൽ അക്യുപങ്ക്ചർ ചികിത്സയാണെന്നാണ് ആരോപണം. അക്യുപങ്ക്ചർ ചികിത്സകൾക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ് കന്മനം, നമസ്തേ, ഗുഡ് മോർണിംഗ്. എത്ര കൊണ്ടാലും എത്ര അനുഭവിച്ചാലും പഠിക്കില്ല എന്ന് വരികയാണോ സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം? ഇമാതിരി വേല ചെയ്യുന്നവർ, ഒടിയന്മാർ, ഇമാതിരി വ്യാജ ചികിത്സകരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ക്യാൻസറിന് പോലും ഇത്തരം ചികിത്സയ്ക്ക് വിധേയരാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ശിവദാസ്. ഗുഡ് മോർണിംഗ് പ്രദീപ് പിള്ള. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം വ്യാജ ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ യുവതിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ക്യാൻസർ ബാധിച്ച യുവതി മരിച്ചത്. കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കുറ്റ്യാടിയിലെ, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലെ അക്യുപങ്ക്ചർ ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. ഇവർക്ക് ക്യാൻസർ ആയിരുന്നു, സ്തനാർബുദമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവർ ഈ അക്യുപങ്ക്ചർ കേന്ദ്രത്തിലായിരുന്നു ചികിത്സ തേടിക്കൊണ്ടിരുന്നത്. ഈ രോഗം മൂർച്ഛിക്കുമ്പോഴും ഈ അക്യുപങ്ക്ചറിസ്റ്റ് പറഞ്ഞിരുന്നത് ഇത് രോഗം ഭേദമാവുകയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ഇവരുടെ വിശ്വാസത്തെ അടക്കം മുതലെടുത്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ചികിത്സ ഇവിടെ നടന്നിരുന്നത്. ആദ്യഘട്ടത്തിൽ കുടുംബം ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. പിന്നീട് രോഗം മൂർച്ഛിച്ചപ്പോഴാണ് കുടുംബം ഇക്കാര്യം മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവസാന ഘട്ടത്തിൽ, അതായത് ക്യാൻസർ 4ാം ഘട്ടം പിന്നിടുന്ന ആ സമയത്ത് മാത്രമാണ് കുടുംബം അറിഞ്ഞിരുന്നത്. അതിനുശേഷം ബാംഗ്ലൂരിലും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ നടത്തിയെങ്കിലും പിന്നീട് ഈ യുവതി മരിക്കുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തിൽ ഈ അക്യുപങ്ക്ചറിസ്റ്റിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും അടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അതായത് ഈ യുവതി ഒറ്റയ്ക്കായിരുന്നു ഈ ചികിത്സാ കേന്ദ്രത്തിലേക്ക് പോയിരുന്നത്. ആ സമയത്ത് 300 മില്ലി വെള്ളവും 4 അത്തിപ്പഴവും മാത്രം കഴിക്കാനാണ് ഈ ചികിത്സ നടത്തിയിരുന്ന ആളുകൾ പറഞ്ഞിരുന്നത്. മറ്റു ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കരുത്, അതോടൊപ്പം തന്നെ രാവിലെയുള്ള വെയിലും വൈകിട്ടുള്ള വെയിലും കൊള്ളണം എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള ചികിത്സാ വിധികളാണ് നടത്തിയിരുന്നത്. അതായത് ഒരു ക്യാൻസർ ബാധിച്ച ഒരു രോഗിക്കാണ് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ നടത്തിയിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുൻപ് മലപ്പുറത്തും ഇത്തരത്തിലുള്ള മരണം അടക്കം സംഭവിച്ചിരുന്നു. ഒരു കുഞ്ഞ് ഈ രീതിയിൽ അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ ഒരു കുഞ്ഞ് മരിച്ച സംഭവം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വീട്ടിൽ ഉള്ള പ്രസവത്തിൽ വെച്ച് യുവതി മരിച്ച സംഭവം. ഇങ്ങനെ അശാസ്ത്രീയമായ ചികിത്സകൾ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതിൻ്റെ വിശ്വാസത്തെ കൂടി മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം ചികിത്സകർ തഴച്ചു വളരുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും വ്യാപകമായ പരാതികളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഒരു നടപടി ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ സംഭവത്തിൽ ഇപ്പോൾ കുറ്റ്യാടിയിൽ ഈ ചികിത്സകർക്കെതിരെ തന്നെ നേരത്തെ ഈ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് കാര്യമായി ഈ കേസ് അന്വേഷിച്ചിരുന്നില്ല. അതായത് ഈ അക്യുപങ്ക്ചർ ആ ചികിത്സ നടത്തുന്ന ആളുകൾ ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് എന്ന് പോലീസിനെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവർക്കെതിരെ മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ പരാതികളുമായാണ് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും അടക്കം പരാതി നൽകുന്നു. മറ്റ് നിയമ പോരാട്ടങ്ങൾ നടത്താനുമുള്ള ഒരുക്കത്തിലാണ് കുടുംബം ഉള്ളത്. എന്തായാലും ഒരു യുവതിയാണ് മരിച്ചിരിക്കുന്നത്. ഈ യുവതിക്ക് 3 മക്കളാണ് ഉള്ളത്. ഈ 3 മക്കൾക്ക് ഉമ്മ ഇല്ലാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ വ്യാജ ചികിത്സകർ തഴച്ചു വളരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ യുവതിക്ക് കോഴിക്കോട് കുറ്റ്യാടിയിൽ ഈ ചികിത്സ നൽകി. അതിനുശേഷം പിന്നീട് ഈ എരഞ്ഞിപ്പാലം എന്ന സ്ഥലത്തുള്ള ഒരു അക്യുപങ്ക്ചർ കേന്ദ്രത്തിൽ എത്തിച്ചു. അവിടെയും അക്യുപങ്ക്ചറിൻ്റെ ചികിത്സ തന്നെ നടത്തിയിരുന്നു. ഈ രോഗം മൂർച്ഛിച്ച് രോഗം ഉള്ള ഭാഗത്ത് നിന്നും പൊട്ടി വ്രണം ഒഴിക്കുമ്പോൾ പോലും അത് രോഗം മാറുന്നതിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് യുവതിയെ ചെയ്തിരുന്നത്. പലപ്പോഴും യുവതി ഫോണിൽ വിളിച്ച് വേദനയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് രോഗം മാറുന്നതിൻ്റെ ലക്ഷണമാണ്. രോഗം മാറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് രോഗം മാറുന്നതിൻ്റെ ലക്ഷണമാണ്, അള്ളാഹു കാത്തുരക്ഷിക്കും എന്നാണ് ഈ അക്യുപങ്ക്ചറിസ്റ്റ് ഈ യുവതിയോട് പറഞ്ഞിരുന്നത്. ഇങ്ങനെയെല്ലാം തന്നെ തെറ്റായ രീതിയിൽ പറഞ്ഞ് ഫലിപ്പിച്ച് അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് അത് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏകദേശം 4 മാസത്തിൽ കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു ചികിത്സ തുടർന്നു എന്നാണ് നമുക്ക് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത്. ഏറ്റവും
ഒടുവിൽ രോഗം മൂർച്ഛിച്ച സമയത്ത് മാത്രമാണ് ഈ കുടുംബത്തിലെ മറ്റു ബന്ധുക്കൾക്കെല്ലാം തന്നെ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതും പിന്നീട് മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാൻ കഴിഞ്ഞതും അപ്പോഴേക്കും രോഗം മൂർച്ഛിച്ച് ഈ യുവതിയുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം അടക്കം ഉണ്ടായി. എന്തായാലും ഇപ്പോൾ വീണ്ടും ഒരു മരണം കൂടി ഈ വ്യാജ ചികിത്സയിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് സാക്ഷര കേരളം എന്ന് അഭിമാനിക്കുമ്പോഴും ഇപ്പോഴും ഇത്തരത്തിലുള്ള വ്യാജ ചികിത്സകളും തെറ്റായ അശാസ്ത്രീയമായ ചികിത്സകളും എല്ലാം തന്നെ കേരളത്തിൽ തഴച്ചു വളരുന്നു. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം തന്നെ ചർച്ചയാകുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ. കഴിഞ്ഞ 3 മാസങ്ങൾക്കടക്കം മലപ്പുറത്ത് ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടായിരുന്നു. മലബാറിൽ തന്നെ മറ്റു പല ജില്ലകളിലും ഈ രീതിയിലുള്ള അശാസ്ത്രീയ ചികിത്സയിലൂടെയുള്ള മരണവും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടായ സാഹചര്യം ഒക്കെ തന്നെ വലിയ വാർത്തകളായി ഉണ്ടായിരുന്നു. എന്നിട്ടും ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായി ഇതിന് തടയിട്ടില്ലെങ്കിൽ ഇനിയും ഇത് തഴച്ചു വളരുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള പലരുടെയും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് വളരെ ഗൗരവമായ ഒരു കാര്യം. ഇതിന് കൃത്യമായ ഒരു നടപടികൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം മുൻപും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളെല്ലാം തന്നെ ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായ നടപടികളൊന്നും തന്നെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള വ്യാജ ചികിത്സകൾ തഴച്ചു വളരുന്നത്. എന്തായാലും ഈ സംഭവത്തിലും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് കുടുംബം ഉള്ളത്. നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ നിയമപരമായി മുന്നോട്ട് പോകും, പരാതികൾ നൽകും എന്ന് തന്നെയാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. പ്രദീപ് പിള്ള. ശരി ശിവദാസ്, അന്വേഷണം നേരായ വഴിക്ക് നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വലിയ വാർത്തയിൽ